ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചണിൽ വളരെ രുചികരമായ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ദോശ സുറനള്ളി ദോശ എന്നാണ് പറയുന്നത്. കൊങ്കൺ കമ്മ്യൂണിറ്റിയിലെ വളരെ ഫേമസ് ആയ ഒരു ദോശയാണ്, അതായത് കേർഡ് ദോശയാണ് നമ്മുടെ ഈ ഒരു സ്പഞ്ചി ആയിട്ടുള്ളൊരു ദോശ. തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ. കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി സുർണളി ദോശയുടെ റെസിപ്പിയിലോട്ടൊന്ന് കടക്കാം കേട്ടോ. ഈ ഒരു ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 കപ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുമ്പോഴത്തേക്കിന് ഒരു 2 ഞുള്ള് നമ്മുടെ ഉലുവായും കൂടെ ചേർത്ത് കുതിർക്കാൻ വെക്കുക കേട്ടോ. ഇത് ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു കപ്പ് നമ്മുടെ അവലിലെ സാധാരണ നമ്മുടെ പോഹ, അതായത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അവലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വൈറ്റ് അവലാണ് വേണ്ടിയത്. അതും ഞാൻ ഒരു 1/2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കുക. മിക്സി ജാറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയുടെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം മിക്സി ജാറിലോട്ട് നമ്മുടെ അരി ഒന്ന് ചേർത്ത് കൊടുക്കാം. അരി ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ അവലും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അവൽ ചേർത്തതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് നമ്മുടെ ഫ്രഷ്ലി ചിരകിയ നാളികേരം കൂടെ നമുക്ക് ചേർക്കാം. നാളികേരം ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യാനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ്, അതായത് 1 കപ്പോളം നമ്മുടെ ബട്ടർ മിൽക്ക്, അതായത് നമ്മുടെ തൈര് നന്നായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ബട്ടർ മിൽക്ക് ആക്കിയില്ലേ, അതുപോലെ നല്ല വലിയ പുളിയില്ലാത്ത ബട്ടർ മിൽക്കാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്ക് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് നോക്കിക്കോളൂ, നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല സൂപ്പറായിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, ഈ ഒരു രീതിയിൽ സ്മൂത്ത് കൺസിസ്റ്റൻസി വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആവാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് ഒരു ബൗളിലോട്ടോ, നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇതൊന്ന് അരച്ച് ഫെർമെൻറ്റേഷൻ വെക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക, അതിലോട്ട് ഒന്ന് ആഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് മാക്സിമം ഇതൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഹോൾ നൈറ്റ്, ഒരു രാത്രി മുഴുവൻ ഒന്ന് ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ ഞാനിത് ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല തൈര് കട്ട പിടിച്ച പോലെ തന്നെ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു അപ്പം ചൂടാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഹാർഡ്ലി ഒന്ന് മിക്സ് ചെയ്ത് ലൈറ്റ്ലി ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ അപ്പം അല്ലെ ദോശ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. പാൻ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ഒരു തവി വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികം ഫ്ലെയിം ഹൈ ആവാൻ പാടില്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നോക്കിക്കോളൂ, ഇതിലോട്ട് എയർ ബബിൾസ് പോലെ ഇതുപോലെ ഒന്ന് ഹോൾസായി വരുന്നുണ്ട്. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഇത് സ്റ്റീമായിട്ട് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 2 to 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സ്റ്റീംഡ് കുക്ക്ഡായിട്ട് വരും കേട്ടോ. 3 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് അല്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. ബാക്ക് സൈഡ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കിക്കോളൂ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ദോശ റെഡിയായില്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമുക്ക് ചട്നി അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ നമ്മുടെ കിഴങ്ങ് കറിയാണെങ്കിലും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊണ്ടുപോകാം കേട്ടോ. അത്രയ്ക്ക് രുചികരമായ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.